മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്നൊരു കുഞ്ഞു വ്ളോഗ് എത്രത്തോളാവുന്നൊന്നും അറിയില്ല, എടുക്കാൻ തുടങ്ങണുള്ളൂ. അപ്പം ഇന്ന് ബറാത്ത് നോമ്പിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മളെ ബേബീസിൽ ഒരാൾക്ക് ചെറുതായിട്ടൊന്ന് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഡോക്ടറെ കാണിച്ചൊക്കെ വന്നപ്പോഴത്തേന് നേരെ വൈകിപ്പോയിട്ടോ. പിന്നെ ഇക്കാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ അന്നെടുത്ത ആ ഒരു സമയം ഒരു ഏകദേശം 3 മണി 4 മണിൻ്റെ സമയത്താട്ടോ പുലർച്ചെ വന്നത്. അപ്പോൾ ആ സമയത്ത് ബേബീസൊക്കെ ഉറങ്ങിയിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കട്ടോ. അപ്പോൾ ആദ്യം അത് കണ്ടിട്ട് നമ്മൾ ബാക്കി വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് വാട്ടോ. ഓക്കെ ഇതൊക്കെയല്ലേ പാഞ്ഞു തേച്ചിട്ടാണ് തച്ച് നോക്കണേ. എന്താ മുടുത്തം കിട്ടിയാ ചോട്ടണ ആലോചിക്കണേ. അബിയുടെ നോക്കട്ടെ കുട്ടിന് മുറി മറ്റാ ദീപിച്ചെടുത്തി അയോളിങ്ങനെ അപ്പോൾ ഗൈസ് അപ്പോൾ ബേബീസ് ഭയങ്കര ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവർ കാക്കാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടോ. പസിമോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റുണ്ട്. അവൾ തലേ ദിവസം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പച്ചി വരും. അപ്പോൾ എപ്പോഴാണ് വരിക വെച്ചിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലായിട്ട് ഉറങ്ങിയത്. അപ്പോൾ കാക്കാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അതിന് അവൾ വേഗം എഴുന്നേറ്റിട്ടോ. അപ്പോൾ ഏതായാലും ആൾക്കാർ ആദ്യം നമ്പരം തിന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ മിങ്കിളായിട്ടോ. ഇപ്പം അവിടെ കാക്ക ഉറങ്ങണം, നോമ്പിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങണം. അപ്പോൾ കാക്കാൻ്റെ കൂടെ ഒരാളുണ്ട്, പിന്നെ ഇത്താത്തയും മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അവർ ഒരാൾ ഇത്താത്താൻ്റെ കയ്യിലാണുള്ളത്, പിന്നെ മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കാണിച്ചു തരാം. പിന്നെ നോമ്പിന് ഇന്നിപ്പോൾ ആദ്യം പത്തിരി റെഡിയാക്കാമെന്നൊക്കെ എന്നിട്ട് വിചാരിച്ചു. പിന്നെ ഞാൻ ലേറ്റായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി ബിരിയാണി ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയും പാസ്തയൊക്കെ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഇന്ന് ഇത്താത്ത നോമ്പ് തുറന്നതിന് ശേഷം പോവും ചെയ്യും കേട്ടോ. താത്ത വന്നിട്ട് 3-4 ദിവസമായി, കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നതാണ് കേട്ടോ. താത്ത അങ്ങനെ വരാറില്ല. പിന്നെ താത്താൻ്റെ അവിടെ താത്ത ഒറ്റ വീടാണ്. അപ്പോൾ അവിടെ താത്താൻ്റെ കൂടെ ഉമ്മ ഉണ്ട്. അപ്പം പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് അങ്ങനെ വരത്തില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ ഏതായാലും താത്തയും മക്കളൊക്കെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കണം വിചാരിച്ചു ഇനി താത്താനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട്. പക്ഷേ എനിക്ക് പണിക്കാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അവരൊക്കെ ഉള്ള ഒരു കുഞ്ഞു വ്ളോഗ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. എന്താണ് ഇപ്പോൾ കഥ? കുട്ടീനെ നോക്കാൻ ഏൽപ്പിച്ചതാ കേസ്. കുട്ടീനെ അവിടെ ഉള്ളിലാക്കി കണ്ട ആൾ നല്ല ഉറക്കത്തിൽ. ഇങ്ങനത്തെ വാപ്പച്ചിമാരൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? നോക്കി കുട്ടി കുട്ടി വീണോല്ല അവിടുന്ന്.
വീഡിയോ എടുക്കാണ്. സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കണം വാപ്പച്ചിന്റെ ഉത്തരവാദിത്തം. എന്താണ് മൂന്നാളും കൂടി കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് കാർട്ടൂൺ കാണാനല്ലേ. ഹസിമ പോയി കുളിക്കേ. അപ്പൊ ഗൈസ് ഇതാണ് അവസ്ഥ. അതിനൂടെ അതിനൊക്കെ ഉമ്മച്ചിൻ്റെ ഒപ്പം പറഞ്ഞിട്ട് ഒരു നല്ല സുഖമായിട്ട് കിടന്ന് കാർട്ടൂൺ കാണാൻ. ഗൈസ് ആരാരെ വെട്ടണത്? ഉറക്കത്തിനൊക്കെ എണീറ്റ് വന്ന് ഒന്നും പറയാ. സാറാണ് എന്നെ പൊട്ട കള്ളത്തി വെക്കണല്ലേ. പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കിയെടുക്ക അല്ലേ. പണ്ടല്ല കുറച്ച് മുന്നേ കുഞ്ഞിട്ടുകാർക്ക് കാറ്ററിങ്ങിൻ്റെ ഇതിലിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസ് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. അതിന് നമ്മൾ റൈസൊക്കെ ഇട്ട് ദമ്മിൽ കിടന്നിട്ട് അങ്ങനെ റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഏകദേശം ഇതാ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബേബീസിനെ സൗണ്ടൊന്നും കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ പോയി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നാത്തൂൻ്റെ മോള് രണ്ടാളി ആട്ടി കൊടുത്തോണ്ടിരിക്കട്ടെ. അപ്പോൾ അതിനിടയിൽ കുറുക്കൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നാത്തൂനും താത്തയും ഉമ്മയും കൂടെ ഒക്കെ കൊടുത്തിട്ടോ. അപ്പോൾ അതാ നമ്മളെ റൈസൊക്കെ കുക്കായി നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് വേവാവുന്നതിന് മുമ്പേ നമ്മളെ റൈസ് ഊറ്റിയെടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ദമ്മിൽ കിടന്നിട്ട് അങ്ങനെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതാ അടുപ്പിൽ കുറച്ച് കണലൊക്കെ നീക്കിയിട്ട് ഈ അടുപ്പിൽ തന്നെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അതിലങ്ങനെ കിടന്ന് വേവുന്ന സമയത്ത് നല്ലൊരു ഇത് കിട്ടും. നമ്മൾ ചിക്കനും അതേപോലെ റൈസൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പം നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഭയങ്കര ലാഗായി പോകുന്നു കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാറായി. അപ്പോൾ ഞാനിതാ അതിലേക്ക് സലാഡും അതേപോലെ ചട്ടിനി ഒക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ പാസ്തയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കൂടെ പിന്നെ വേറെ പൊരിച്ച സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം ടൈമും ഇല്ലേനു കേട്ടോ. പിന്നെ മെയിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കാൻ കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയം എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പം സാധാരണ മക്കളൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും എല്ലാവരും കൂടെ അപ്പം ഈ കുഞ്ഞുട്ടികൾക്കാണെങ്കിൽ ഇനിയിപ്പോൾ റമദാനിൽ ഇപ്പോൾ വന്നുകൊണ്ട് ഇനിയിപ്പോൾ റമദാനിൽ വരാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ എത്താത്തക്ക് പോവാനുള്ളത് കൊണ്ട് തന്നെ എത്താത്ത ആ സമയത്ത് തന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിട്ടാൾക്ക് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് ഈ നോമ്പിന് ഇപ്പം എന്ത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അടുത്ത റമദാനിൽ കുഞ്ഞിട്ടാൾക്ക് ഉണ്ടാവില്ല, ഇപ്പം വന്നതുകൊണ്ട് ഇനി അപ്പോൾ വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ ഏതായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ പോകുന്ന സമയത്താണ് ഭയങ്കര സങ്കടം, കാരണം 2-3 ദിവസം വരെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബേബീസിനായാലും ഇനിയിപ്പോൾ അസിമോൾക്കായാലും ഒക്കെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ കുഞ്ഞിട്ടൊക്കെ പാസ്ത തിന്നുകൊണ്ട് ഇതെന്താ ആദ്യം കുഞ്ഞിട്ടാക്ക് വിചാരിച്ചു ഇത് ചക്കക്കൂട്ടാനാണോ എന്നിട്ട്, കാരണം കുഞ്ഞിട്ടാക്ക് പോകുന്നതിന് മുമ്പ് ഉമ്മയുടെ ചക്ക ഇങ്ങനെ അരിയണതൊക്കെ കുഞ്ഞിട്ടാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചക്കക്കൂട്ടാനാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ തള്ളിയിരുന്നു കേട്ടോ. അപ്പോൾ താത്ത പോവുകയാണ്. ഇത്താത്ത തന്നെ ബൈക്കിൽ പോകും കേട്ടോ. അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഭയങ്കര വെടിവിത്താത്തൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബേബീസൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ താത്ത പോവുകയാണ്. അപ്പോൾ താത്തനി എന്നെ വരാമെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതാക്കുന്നുണ്ട്. അപ്പോൾ ബേബീസ് കരച്ചിലൊക്കെ തുടങ്ങി. താത്തൻ്റെ മക്കൾക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഇവിടെ ബേബീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാനൊന്നും പറ്റാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് പോവാന്നല്ലാതെ ഇങ്ങനെ നിൽക്കാനൊന്നും ഇങ്ങനെ വരലില്ല കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ക്യാഷൊക്കെ ഇങ്ങനെ കൊടുത്ത് മക്കളെങ്ങനെ സോപ്പ് ഇടുന്നു. അപ്പോൾ അതിനിടയിൽ അസിമോളും എല്ലാം വന്നിട്ട് അതൊക്കെ പറ്റി പിടിച്ച് വാങ്ങിച്ചിട്ടോ. അപ്പോൾ അതാ നമ്മൾ അന്നു ബേബി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ താത്തക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ മുകൾക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് റോട്ടിൽ നിന്ന് കുറച്ച് കയറാണ്ട് കേട്ടോ. അപ്പോൾ മുകൾക്ക് വണ്ടി കയറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. അപ്പോൾ താത്തക്ക് രാത്രി ആയതുകൊണ്ട് ഭയങ്കര പേടി അങ്ങോട്ട് കയറ്റാൻ വേണ്ടിയിട്ടോ. അപ്പോൾ കാക്ക മുകൾക്ക് വണ്ടിയൊക്കെ കയറ്റി കൊടുത്ത് അവർ പോയപ്പോൾ പിന്നെ വീട് ആകെ സൈലൻ്റ് ആയി പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര മൂഡ് ഓഫാക്കിയാണ്. പിന്നെ ഇതാ കുഞ്ഞിട്ടാക്കൻ്റെ കൂടെ പോയിട്ട് അസിമോൾ ഉമ്മ കൊടുത്ത പൈസക്ക് ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച് വന്നിട്ടോ. അപ്പോൾ അനു ബേബി നല്ല ഉറക്കത്തിലാണ്. അനു ബേബി ആണെങ്കിൽ നമ്മൾ ഉപ്പിലിട്ടതിന് വന്ന് വൈക്ക് കൂടിയിട്ട് വാങ്ങിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആളിത് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഭയങ്കര എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ആ പുളിപ്പൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കത് പിടിച്ച് കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ ടാറ്റാ.